ഹായ്, ഇന്ന് നമ്മുടെ മാത്തേരാനിലെ സെക്കൻഡ് ഡേ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് മാത്തേരാനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ഡീറ്റെയിൽസും അതുപോലെ മാത്തേരാനിലെ കുറച്ച് മേജർ വ്യൂ പോയിന്റ്സും എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ട്രക്കിങ്ങിന് പോകാനുള്ള പ്ലാനിലാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് നമുക്ക് തിരിച്ച് നാട്ടിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ ഒരു 8:45 ആകുമ്പം ഇവിടെ നിന്ന് തിരിച്ചിറങ്ങണം. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു സ്ഥലം കവർ ചെയ്യാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ്. പക്ഷേ ഈ ട്രക്കിംഗ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണമെല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഗാർബറ്റ് പോയിന്റ് എന്നാണ്. വളരെ മനോഹരമായ ഒരു പോയിന്റ് ആണ്. പക്ഷെ അധികമാരും പോവാത്ത ഒരു സ്പോട്ട് കൂടിയാണിത്. അത് നിങ്ങൾക്ക് ഈ വഴികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോർമലി കൂടുതൽ പോയിന്റ്സും മാത്തേരാൻ ചെന്നിട്ടുള്ളതാണല്ലേ. പക്ഷെ ഇത് അമാൻ ലോഡ്ജിന്റെ അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ളത്. ഈ പോകുന്ന വഴികളിലൊന്നും അധികം സൈൻ ബോർഡ്സ് ഒന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു റൂട്ടാണിത്. രാവിലെ തന്നെ നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും കാര്യമാക്കാതെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിയിലൊന്നും സൈൻ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് പോകുന്ന റൂട്ട് കറക്റ്റാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. വഴി ചോദിക്കാനായിട്ട് പോകുന്ന വഴിയിലൊന്നും ആരെയും കാണാനുമില്ല, നമ്മൾ മാത്രം. അതുകൊണ്ട് വഴി തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വഴി തെറ്റി നമ്മൾ വീണ്ടും ഏതോ റെയിൽവേ ട്രാക്കിൽ വന്നിറങ്ങി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചാണ് പോകാനുള്ളത്. നമുക്കിവിടെ വെച്ചാണ് വഴി തെറ്റിയത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. എന്തായാലും പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ കിട്ടി. ഇവർ ഈ ഗാർബറ്റ് പോയിന്റ് കാണാനായിട്ട് ഇറങ്ങിയതല്ല. ഏതെങ്കിലും പോയിന്റ് ഇവിടെ കാണാനുണ്ടോ എന്ന് തിരക്കി നടന്നപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ കൂടിയതാണ് ഇവർ. അതിന്റെ കൂട്ടത്തിൽ വഴി കാട്ടാനായിട്ട് കുറച്ച് പട്ടികൾ നമ്മുടെ കൂടെ കൂടി. അങ്ങനെ നമ്മൾ എല്ലാവരും നല്ല ജോളിയായിട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് വഴിയിൽ ഈ കാഴ്ച കണ്ടത്. നമുക്ക് പോകാനുള്ള വഴിയിൽ ഒരു മരം വീണ് അവിടെ ഫുള്ള് ലൈൻ കമ്പികൾ പൊട്ടിക്കിടക്കുമായിരുന്നു. മാത്രമല്ല നമ്മുടെ കൂടെ വന്ന ഒരു പട്ടിക്ക് ആ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്ക് അടിച്ചു. അങ്ങനെ 1-2 ബാഡ് സൈൻസൊക്കെ കണ്ടതുകൊണ്ടും പോകാനുള്ള വഴി വലിയ പിടുത്തമില്ലാത്തത് കൊണ്ടും ട്രെയിൻ മിസ്സാവുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടും നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഇതായിരുന്നു നമ്മൾ ആ പോകാൻ ഉദ്ദേശിച്ച ഗാർബറ്റ് പോയിന്റ്. നല്ല അടിപൊളി ഒരു പോയിന്റ് ആയിരുന്നു. ഇനി എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ ആ ഒരു ട്രക്കിംഗ് ഉറപ്പായിട്ടും ചെയ്യണമെന്നുണ്ട്. നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തെങ്കിലും നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടില്ല. കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ വേറൊരു പോയിന്റ് കവർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. നമ്മുടെ ഈ അമാൻ ലോഡ്ജിൻ്റെ അവിടെ നിന്ന് മാത്തേരാനിലേക്ക് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ റെയിൽവേ ട്രാക്കിലൂടെ നടന്നാൽ നമുക്കൊരു അടിപൊളി ഗണപതി സ്റ്റാച്ചു കാണാം. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ടേക്ക്. നമുക്കെന്തായാലും ഉള്ള സമയത്ത് ആ ഒരു പോയിന്റ് കവർ ചെയ്തിട്ട് വരാം. ഈ പോകുന്ന വഴികളിലായിട്ടാണ് കുതിരകളുടെ ഷെഡുകളെല്ലാം ഉള്ളത്. രാവിലെ ആയതുകൊണ്ട് ഈ ട്രാക്കിലൊന്നും ആരുമില്ല. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മോർണിംഗ് വാക്ക് ആയിരുന്നു. ഇനി അങ്ങോട്ട് വേറെ തന്നെ ഒരു ടെറൈനാണ്. ഈ ഒരു ഞണ്ട് ഈ റെയിൽവേ ട്രാക്കിൽ എങ്ങനെ വന്നെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇതറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട റെയിൽവേ ട്രാക്ക് പോലെയല്ലല്ലേ, ചുറ്റും വ്യത്യസ്തമായ ടെറൈൻസ്. അത് രാവിലെ ഈ ഒരു ട്രാക്കിൽ കൂടെ നടക്കുമ്പോൾ ഒരു വല്ലാത്ത റിഫ്രഷ്മെൻ്റ് ആണ്.
അങ്ങ് ദൂരെയായി കാണുന്നതാണ് ആ ഹനുമാൻ സ്റ്റാച്ചു. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. നമ്മൾ ഈ പോകുന്ന റൂട്ടിൻ്റെ 2 സൈഡും നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. നല്ല പച്ചപ്പ് വിരിച്ച മലകളും കുന്നിൻ ചെരുവുകളും അതിൻ്റെ നടുക്കൂടെ ഈ ഒരു റെയിൽവേ ട്രാക്കും. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. കഡ്യാവർച്ച ഗണപതി എന്നാണ് ഈ സ്റ്റാച്ചുവിനെ പറയപ്പെടുന്നത്. അമാൻ ലോഡ്ജിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും പെപ്പ് ഫോർട്ട്. അതിവിടെ നിന്നാണ് പോകാനുള്ളത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരികെ അമാൻ ലോഡ്ജിലേക്ക് നടക്കുവാണ്. അമാൻ ലോഡ്ജ് എത്തിയപ്പോൾ മാത്തേരാനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇന്നത്തെ ആദ്യത്തെ ടോയ് ട്രെയിൻ വരുന്നുണ്ട്. രാവിലെ 8:45 മാത്തേരാനിൽ നിന്ന് അമാൻ ലോഡ്ജിലേക്കുള്ള ആദ്യത്തെ ടോയ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ടോയ് ട്രെയിനിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് മാത്തേരാനോട് വിട പറയാം. അങ്ങനെ നമ്മുടെ മാത്തേരാനിലെ 2 ദിവസത്തെ യാത്രയും വിശേഷങ്ങളുമെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി തിരികെ നാട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.